അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എന്താണ് അൽഹംദുലില്ലാ? മാഷാ അല്ലാ, മബ്രൂക്ക്, ഖൈർ. എന്താന്ന് പറയാന് ഇല്ല, കുറേ പറയാനുണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കണ്ട്. കാരണം എന്തായിരുന്നു, നമ്മളെ ചങ്ങായി 10 വർഷം 10 വർഷം കാത്തിരിപ്പിനൊടുവിൽ ഓന് ഒരു കുട്ടി ജനിച്ചു. അതും ആൺകുഞ്ഞ്. അൽഹംദുലില്ലാ. നമുക്ക് അത്ര സന്തോഷം ഉണ്ടാകും, മോന് അത്ര സന്തോഷം ഉണ്ടാവും അല്ലേ. അപ്പൊ ഇന്നാട്ടാ ജനിച്ചത്. അപ്പോ ഇന്നിപ്പോ എത്ര, 8-ാം തീയതി, ജൂൺ 8-ന്. അപ്പോൾ വ്ലോഗ് എന്നാ വരുന്നതെന്ന് അറിയില്ല, അത് വേറെ. എന്നാലും ഇൻഷാല്ലാ നമ്മൾ വ്ലോഗ് എടുത്തേക്കാണ്. നല്ലൊരു മുഹൂർത്താണ്, നല്ല സന്തോഷമാണ്. നമ്മൾ ഭയങ്കര ഹാപ്പി ആട്ടോ. നമ്മളൊക്കെ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഓനൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമുക്ക് ഇത്ര സന്തോഷം ഉണ്ടെങ്കിൽ ഓന് എത്ര സന്തോഷകരം. അപ്പൊ നമ്മൾ ഇന്ന് അറിഞ്ഞപ്പോൾ തന്നെ പണിയൊക്കെ മതിയാക്കി നേരെ പോട്ടോ. നമ്മൾ ഫാമിലി മൊത്തം ഉമ്മ, പെണ്ണുങ്ങളെ, കുട്ടികളൊക്കെ എത്തി നേരെ പോവാ. ഹോസ്പിറ്റലിലാണ് പറഞ്ഞു. പ്രസവമല്ല, ഓപ്പറേഷൻ ആയിരുന്നു പറഞ്ഞു. അൽഹംദുലില്ലാ, എങ്ങനായാലും റാഹത്താണെന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല പറഞ്ഞപ്പോ അവനെ കണ്ട നമുക്ക് നമ്മളെ സന്തോഷം, നമ്മളെ ചെറിയൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ. അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം ഈ വ്ളോഗ് എന്തായാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്നൊന്നും പറയില്ല, ഒന്ന് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് കാണാൻ, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് കൊടുക്കുക. അപ്പം വെൽക്കം ബാക്ക് അനദർ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ എന്റെ ഒരു സുന്ദരി കുട്ടി ഇതാ എന്റെ അടുത്ത് വന്നാണ്. എന്താ പറയാ, എവിടേക്ക് നമ്മള് പോണ്? കുട്ടീനെ കാണാനേ. ആരെ കുട്ടീനെ എനിക്കറിയാം? അറിയില്ലല്ലോ. അവിടെ എത്തിയിട്ട് പറഞ്ഞ കേട്ടോ. ഇവർക്കൊന്നും ആരെ കുട്ടി എന്താണല്ലോ, കുട്ടീനെ കാണാനെന്ന് ഇങ്ങനെ അറിയാം. അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് പോവാട്ടോ. മോൾഡിന്റെ കല്യാണത്തിന് വന്നില്ലേനോ കല്യാണത്തിന് എത്ര കാക്കാരെന്തീനി? ഫോട്ടോത്തെ കാക്ക. അതെ. അപ്പൊ അറിയല്ലേ, ആരാ പറഞ്ഞെന്ന് എനിക്ക്? എനിക്കറിയാം, ഷർഫ് കാക്ക. അപ്പൊ ഓനെ വീഡിയോയില് ഉൾപ്പെടുത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിതേക്ക് വരുത്തുള്ളൂ. അതൊക്കെ നമുക്ക് പിന്നെ ഇൻഷാ അല്ലാഹ് വലുതായിട്ട് അൽഹംദുലില്ലാ അപ്പൊ നമുക്ക് കാണിക്കാം. അപ്പൊ നമുക്ക് ഓനിതുവരെ വ്ളോഗ് വന്നിട്ടില്ല, അത് ഓൻ അറിയില്ല നമ്മള് വരുന്നതും വ്ളോഗ് എടുക്കണൊക്കെ. അപ്പൊ ഏതായാലും നമുക്ക് പോയേക്കാം അല്ലേ. അതുപോലെ കൂടെ ഭയങ്കര മഴ, നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴക്കാർ. അൽഹംദുലില്ലാ. അപ്പൊ നല്ല മഴക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ബസ്സിൽ പോവാ. മൊഞ്ചൻ സന്തോഷം. ഇവിടെ ഹോസ്പിറ്റലിൽ എത്തി. അപ്പോ അച്ഛൻ പറയണടാ അൽഹംദുലില്ലാ. നമ്മളാ തന്നെ പറഞ്ഞ അൽഹംദുലില്ലാ. എന്താണ് പറഞ്ഞു? ഒന്നുമില്ല, എന്നാലും റാത്തല്ലേ. ഓ അപ്പൊ ഇതാണ് നമ്മളെ ഫസ്റ്റ് ആയിട്ട് നമ്മളെ അല്ലെ വ്ളോഗിക്ക് വരുന്നേ. അതൊരു സന്തോഷത്തോടെ ഒന്ന് ഞാൻ വ്ളോഗ് എടുക്കാനൊന്നും ആലോചിച്ചിന്, പിന്നെ ഒരു സന്തോഷല്ലേ. അപ്പൊ ഈ ഒരു മൊമെന്റ് അവിടെ ഉണ്ടാവും. അപ്പൊ അതിനെടുത്താ അത് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചില്ലേ, സീക്രട്ട് സംസാരിക്കണ്ടല്ലോ അല്ലെ. ആദ്യ കുട്ടീനെ കാണാ, കുട്ടീനെ റൂമൊക്കെ ആക്കാനായിട്ടില്ല. ഗൈസ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒന്നും എല്ലാ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. പെങ്ങള് വീട്ടിലാണ് ഇപ്പൊ ഇരിക്കണേ. ഇവിടെ നല്ല ഫുഡൊക്കെ അടിച്ചിരിക്കുകയാണ് റാത്തായിട്ട്. അപ്പം നമ്മളെ ഷർഫ് വട്ടോളി, നമ്മളെ ചങ്കും ഇപ്പൊക്കെയാണ്. അപ്പം ഒരു മൊമെന്റ് ആയിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് കരുതി അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. ഹോസ്പിറ്റലിൽ തന്നെ കുറെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. കുട്ടികളൊക്കെ കുട്ടീനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം വന്നു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ കുട്ടി കൊണ്ടുപോയത് വേറെ ഒന്നുമല്ല, ആ ഒരു സാന്നിധ്യം നമ്മൾ അറിയിക്കുക, അത്രേ ഉള്ളൂ. നമ്മളുണ്ടടാ എപ്പോഴും കൂടെ, അന്ന് ഇന്നും തളരാതെ നമ്മളുണ്ട് എന്നല്ലേ. നമ്മൾ ഫാമിലി കൊണ്ടുതന്നെ ഇറങ്ങി. കുട്ടീനെ ഇൻഷാ അല്ലാഹ് ആദ്യം കാണാലോ. പൈസ ഇറങ്ങി 9-10 അപ്പൊ നമ്മൾ കുറച്ചേരം വന്നിട്ടുള്ളൂ. അവിടെ അങ്ങനെ ഹോസ്പിറ്റലിലെ കുട്ടികളൊക്കെ വെച്ച് അങ്ങനെ നിൽക്കേണ്ട എത്തി നമ്മൾ പോന്നു. ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മൾ കാണാൻ പോകും. അപ്പം കൺഗ്രാജുലേഷൻ ഷർഫു വട്ടോളി. ഇനിയും കുറെ കുട്ടികളുടെ ഉപ്പാവട്ടെ. അങ്ങനെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഞങ്ങളെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണും വരെ ബൈ.